രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ പുണ്യം നിറഞ്ഞ കർക്കടക മാസത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ആ ജീവിത ചരിതമാണ് നമ്മൾ ഓരോ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വരെ നമ്മൾ എത്തിയിട്ടില്ല. അത് കുറച്ച് നമ്മളെത്ര ചുരുക്കിയിട്ടും പക്ഷേ ഏകദേശം ആ ഭാഗം വരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കേൾക്കുന്നത്രയും നന്നായിട്ട് കേൾക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കുറച്ചൊക്കെ വിശദീകരിച്ച് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒപ്പം എത്താൻ സാധിക്കാത്തത്. ശരി, എല്ലാം ഭഗവാന്റെ ഇഷ്ടം പോലെ നമുക്ക് പറഞ്ഞു പോകാം. എല്ലാവരും ഭഗവാന്റെ കഥ കേൾക്കാൻ വളരെ ഔത്സുക്യത്തോടു കൂടിയാണ് ഇരിക്കുന്നതെന്നറിയാം. നമുക്ക് കഥയിലേക്ക് കടക്കാം. എല്ലാവരും ആ ഭഗവാന്റെ തിരുനാമങ്ങളൊക്കെ എഴുതി ഇടുന്നുണ്ട്. വളരെ സന്തോഷം. അത് കാണുന്ന സമയത്ത് ആ നാമം ഒന്ന് വായിക്കാൻ എല്ലാ ഭക്തന്മാർക്കും എല്ലാ സജ്ജനങ്ങൾക്കും സാധിക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ വളരെ വളരെ സന്തോഷം. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞു വച്ചിരുന്നത് സുഗ്രീവനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രീരാമൻ ലക്ഷ്മണസ്വാമിയെ അറിയിക്കുകയും അങ്ങനെ ആ മഹാപ്രഭുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ അവിടെ ചെല്ലുകയും ആ സുഗ്രീവനോട് കുറച്ച് കയർത്തൊക്കെ സംസാരിക്കേണ്ടിയൊക്കെ വന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ സുഗ്രീവൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് സീതാന്വേഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ സുഗ്രീവനോട് ഒരു ക്ഷമായാചനം ഒക്കെ ലക്ഷ്മണൻ നടത്തി. അങ്ങനെ ആ സുഗ്രീവനെ കൂട്ടി ഭഗവാന്റെ സമീപത്തേക്ക് ലക്ഷ്മണസ്വാമി വരുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അപ്പോൾ ഭഗവാൻ കുറച്ചൊരു ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് എന്ന് സുഗ്രീവന് അറിയാവുന്നത് കൊണ്ടായിരിക്കും സുഗ്രീവൻ പറയുകയാണ്, ഭഗവാനെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ആ ശ്രീരാമചന്ദ്ര മഹാമൂർത്തിയെ കാണാനായിട്ട് സുഗ്രീവനും ലക്ഷ്മണനും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് അങ്ങനെ ഭഗവാനെ കണ്ടത് ഓടി വന്ന് ഭഗവാനെ കാൽക്കൽ നമസ്കരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ ശ്രീരാമചന്ദ്ര, അങ്ങേക്ക് സേവനം ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഈ ശ്രേഷ്ഠന്മാരെയൊക്കെ അങ്ങ് കണ്ടാലും എന്ന് പറയുകയാണ്. അങ്ങനെ കോടിക്കണക്കിന് വാനരന്മാരാണ് അവിടെ നിൽക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇവരൊക്കെ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ദ്വീപുകളിലുള്ള വാനരന്മാരാണ്. വളരെ ശക്തന്മാരാണ് ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും രൂപം ധരിക്കാൻ സാധിക്കും. പർവ്വതത്തിന് തുല്യം ശരീരബലമുള്ളവരാണ് ശരീര വലിപ്പവുമുണ്ട് ഇവർക്ക്. മാത്രമല്ല എല്ലാവരും ദേവാംശത്തിൽ നിന്നും ജനിച്ചവരാണ്. ആ ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ എല്ലാവരെയും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ ഇവര് വളരെ ശക്തന്മാരുമാണ്. ഇതിൽ പല വാനരന്മാർക്കും 100 ആനയുടെ വരെ ശക്തിയുള്ളവരാണ്. 10 ആനയുടെ ശക്തിയുള്ളവരുണ്ട്. മാത്രമല്ല വനരാജനായിട്ടുള്ള സിംഹത്തിൻ്റെ ബലവും പരാക്രമവും ഉള്ളവരാണ് ഇവർ. യുദ്ധത്തിലൊക്കെ വളരെയധികം സാമർഥ്യമുള്ളവരാണ്. അങ്ങനെ വളരെ ബലശാലിയും സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ പുത്രനും കൂടിയായിട്ടുള്ള ജാമ്പവാൻ അങ്ങയ്ക്ക് സേവനം ചെയ്യാൻ വേണ്ടി
അങ്ങയുടെ അടുത്ത് നിൽക്കുന്നു. സുഗ്രീവൻ വീണ്ടും പറയുകയാണ്, സാക്ഷാൽ വായുദേവൻ്റെ പുത്രൻ ആയിട്ടുള്ള ആ മഹാദേവൻ്റെ അംശമായിട്ടുള്ള ഹനുമാൻ, എൻ്റെ മന്ത്രിയും കൂടി ആയിട്ടുള്ള ആ പവനാത്മജൻ, ആ മാരുതി അങ്ങയുടെ പാദസേവ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു. മാത്രമല്ല ലോകം മുഴുവൻ ജയിക്കാൻ കഴിവുള്ള വാനരന്മാരാണ് നീലനും ഗജനും ഗവേനും ഗവാക്ഷനും മൈന്ദനും വിവിധനും സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ വൃഷഭൻ നളൻ വിനതൻ അങ്കദൻ. മാത്രമല്ല ഇവരൊക്കെ അതാത് സ്ഥലങ്ങളിലുള്ള വാനര രാജാക്കന്മാരുമാണ്. ഭഗവാന് അവിടുന്ന് എന്ത് പറഞ്ഞാലും ഇവർ അനുസരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഭഗവാന് വളരെ സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ വിചാരിച്ചതുപോലെ സുഗ്രീവൻ ആ സ്വന്തം കാര്യം സാധിച്ചിട്ട് നേടിയിട്ട് ഭഗവാന്റെ കാര്യം മറന്നില്ല എന്ന് ഭഗവാന് തോന്നി. ഭഗവാന് ആ സന്തോഷം കൊണ്ട് കണ്ണുനീര് വന്നു എന്നാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, സുഗ്രീവ, നീ എല്ലാ ദിക്കിലേക്കും വാനരന്മാരെ അയക്കാൻ പറയുകയാണ്. അങ്ങനെ 100,000 കവിവീരന്മാർ ഓരോരോ ദിക്കിലേക്കും പോകട്ടെ എന്ന് നിർദ്ദേശിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ബലശാലികളായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള വാനരന്മാർ, അതായത് അങ്കദൻ, ജാംബവാൻ, മൈന്ദൻ, വിവിധൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷേണൻ, പിന്നെ ഹനുമാൻ സ്വാമി. അപ്പോൾ ഇവരൊക്കെ തെക്ക് ദിശയിലേക്ക് പോയി സീതയെ അന്വേഷിക്കട്ടെ എന്നാണ് സുഗ്രീവൻ്റെ ആജ്ഞ. കാരണം തെക്ക് ദിശയിലേക്കാണ് സീതയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട് ശ്രീരാമാദികൾക്ക്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പ്രധാനപ്പെട്ട ആ വാനര ശ്രേഷ്ഠന്മാരെ എല്ലാവരെയും ഒരുമിച്ച് തെക്ക് ദിശയിലേക്ക് തിരയാനായിട്ട് വിട്ടത്. എന്നിട്ട് എല്ലാവരോടും കൂടിയായിട്ട് പറയുകയാണ്, സീതാദേവിയെ 30 നാളിനകത്ത് കണ്ട് എവിടെയുണ്ട് എന്നുള്ളൊരു വൃത്താന്തം നിങ്ങൾ എന്നെ അറിയിക്കണം. ഇനി 30 നാൾ കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് യാതൊരുവിധ വിവരവും ഇല്ലാതെ വരുന്നവൻ ആരാണെങ്കിലും ശരി, അവനെ ഞാൻ വധിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ സുഗ്രീവ ആജ്ഞ എന്ന് പിൽക്കാലത്ത് പ്രസിദ്ധി കേട്ട ഈ ഒരു പദം അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അത് അലംഘനീയമാണ്, അത് ലംഘിക്കാൻ പാടില്ല. സുഗ്രീവൻ്റെ ആജ്ഞ അത്ര ബലവും ഉറപ്പുമുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെ കവികൾ സീതാദേവിയെ അന്വേഷിക്കാനായിട്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഭഗവാനോട് വന്ന് തൊഴുത് അനുവാദം മേടിച്ചു. അപ്പം അങ്ങനെ തൊഴുത് നിന്ന ആ വായുധനയൻ ഹനുമാൻ എന്നെ പ്രത്യേകം വിളിച്ചിട്ട് ഭഗവാൻ പറയുകയാണ്, മനസ്സേ വിശ്വാസമുണ്ടാവതിനു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ രാമനാമാങ്കിതമാം അങ്കുലീയകം. ഒരു അങ്കുലീയം, രാമൻ്റെ പേര് കൊത്തിവെച്ച ഒരു മോതിരം, ഒരു മുദ്രമോതിരം ആ ഹനുമാൻ്റെ കയ്യിലേക്ക് ശ്രീരാമസ്വാമി കൊടുക്കുകയാണ്. എന്ത് പറയാണ്? ഭാമിനിക്കുള്ളിൽ വികൽപ്പങ്കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്ന് നിർണയം. പിന്നെ ഒരടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. ഭഗവാൻ പറയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ നേരെ നടത്താനായിട്ട് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. പിന്നെ ഒരു അടയാള വാക്കും ഭഗവാനോ അങ്ങനെ ആ ഹനുമാനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ആ രാക്ഷസനായിട്ടുള്ള രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി തന്നെ ആ അങ്കദനും ആദിയായിട്ടുള്ള
ഹനുമാൻ സ്വാമിയും ആദ്യമായിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള വാനരാദികളെല്ലാവരും ഒരുമിച്ച് യാത്രയായി. അങ്ങനെ അവർ ആ സീതാദേവിയെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് മറ്റൊരു ദുഷ്ടരാക്ഷസൻ കണ്ടു, അവനെ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ ഇതാണ് ദശകണ്ഠൻ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും വാനരന്മാരും കൂടി ആ സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. ഇവനാണ് രാവണൻ എന്ന് വിചാരിച്ചിട്ട് അവനെ വധിക്കുകയുണ്ടായി വഴി വെച്ച് തന്നെ. അപ്പം എന്തും ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയുള്ള ആ വാനരന്മാരാണ് ഇവർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു സന്ദർഭമാണത്. അപ്പോഴാണ് മനസ്സിലായത് ഇവൻ രാവണനല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ അവർ ആ വാനരന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് നടന്ന് ഏതോ ഒരു സന്ധ്യ സമയത്ത് ആയപ്പോഴത്തേക്കും അന്ധകാരത്തിൽ വളരെ എന്താ പറയുക, ഒട്ടും വെളിച്ചം താഴത്തേക്ക് വരാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അങ്ങനെ ദാഹവും വിശപ്പും ഒക്കെ വർദ്ധിച്ച് അവരുടെ തൊണ്ടയൊക്കെ വരണ്ടു. ശുഷ്ക കണ്ടോഷ്ട താലുപ്രദേശത്തോടും, അതായത് ദാഹവും വർദ്ധിച്ചതേറ്റവും അവർക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായി, തൊണ്ടയൊക്കെ വരണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ എന്താ പറയുക, വല്ലീ തൃണ ഗണച്ഛന്നമായ ഒന്നതിൽ ഇല്ലയല്ലി ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ, അപ്പോൾ അവർക്ക് ദാഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഈ ഗുഹയിൽ അപ്പോൾ ഒരു ഗുഹ അവർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഗുഹയുടെ അകത്ത് വല്ല വെള്ളമുണ്ടോ എന്നറിയാനായിട്ട് നോക്കുകയാണ്. ഇരുട്ടാണ്, പക്ഷെ അതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോഴാണ് കുറച്ച് ക്രൗഞ്ച പക്ഷികൾ, ഹംസ പക്ഷികൾ അങ്ങനെ ഇവരുടെ ശരീരത്തിൽ നനഞ്ഞിട്ട് ആ നനവിൽ നിന്ന് വെള്ളം മർക്കടന്മാരുടെ ആ വാനരന്മാരുടെ ശരീരത്തിൽ വീണപ്പോഴത്തേക്കും അവർ പറയുകയാണ്, നല്ല ജലം ഇതിലുണ്ട് നിർണയം, എല്ലാവരും നാം ഇതിൽ ഇറങ്ങുക, ഇതിനകത്ത് നല്ല വെള്ളമുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവർ ആ ഗുഹയുടെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ മാരുതി പറയുകയാണ്, നിങ്ങളെല്ലാവരും മാറും, ഞാൻ തന്നെ മുമ്പിൽ ഇറങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. അപ്പോൾ തന്നെയല്ല ഗുഹയിൽ എന്തൊക്കെ ജീവികളുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ആപത്തൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹനുമാൻ പറയുവാണ്, ഞാൻ തന്നെ നിങ്ങളെല്ലാവരും മാറിക്കോ, ഞാൻ തന്നെ മുമ്പിലൊക്കെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമി തന്നെ ആ മുമ്പിലേക്ക് ആദ്യം ഇറങ്ങി. അപ്പോൾ അവർക്ക് ആർക്കും കണ്ണൊന്നും കാണാൻ പറ്റില്ല, അത്ര ഇരുട്ടാണ്. അപ്പോൾ കണ്ണ് കാണാഞ്ഞിട്ട് ഇരുട്ട് കൊണ്ട് അന്യോന്യം അവർ കൈയൊക്കെ പിടിച്ച് ആകുലപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് ആണ് അവർ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ വെള്ളം കുടിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുമ്പിലായിട്ട് വളരെ ധന്യമായിട്ടുള്ളൊരു ദേശം, വളരെ ചൈതന്യം നിറഞ്ഞ ഒരു സ്ഥലം, വളരെ സ്വർണ്ണമയമാണ്, മുഴുവൻ സ്വർണം കൊണ്ട് നിറഞ്ഞതാണ്, മനോമോഹനമാണ്, മനസ്സിനെ ഇങ്ങനെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലം. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ തോന്നില്ല, അതുപോലുള്ളൊരു സ്ഥലം. അത് കണ്ണിന് വളരെയധികം പരമാനന്ദകരമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ എന്നിട്ട് പറയാണ്, അപ്പോൾ നിറച്ച് ധാരാളം ജലം അവിടെയുണ്ട്, ധാരാളം പക്വഫലങ്ങളുണ്ട്, നല്ല എന്താ പറയുക, പഴങ്ങൾ കൊണ്ടിങ്ങനെ നമ്രശിരസ്കരായിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ട്, അമൃതമുണ്ട് അവിടെ, മധുവുണ്ട്, തേന്. ഇപ്പോൾ ധാരാളം ഇവർക്ക് ഭക്ഷണം കഴിക്കാനും പാനീയത്തിനുമുള്ള വസ്തുക്കളെല്ലാം ഉണ്ട്. രത്നാദി പരിഭൂഷിതങ്ങളായി മാനസ മോഹനമായിട്ടുള്ള ദിവ്യസ്ഥലം. അപ്പോൾ വളരെ മനസ്സിനെ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദിവ്യമായിട്ടുള്ളൊരു സ്ഥലമാണെന്നത് മനസ്സിലായി. മാനുഷവർജിതം, മനുഷ്യന്മാരെ ആരെയും അവിടെ കാണുന്നില്ല. ദേവഗേഹോപമം, അതായത് കണ്ടു കഴിഞ്ഞാൽ ഇത് ദേവന്മാരുടെ ദേവേന്ദ്ര സഭയാണോ എന്ന് തോന്നിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ കൊട്ടാരത്തിൽ മണികാഞ്ചനമായിട്ടുള്ള ഒരു പീഠത്തിൽ ഒരു സുന്ദരി അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ജടാവൽക്കലങ്ങളൊക്കെ പൂണ്ട്
ഒരു യോഗിനിയാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ആ ധ്യാനനിരതയായിട്ട് ഇരിക്കുന്ന ആ ദേവിയെ കണ്ടു. ഭക്തിയോടുകൂടി ആ ദേവിയെ ആ ശാഖാമൃഗങ്ങൾ വണങ്ങി. അപ്പോൾ ആ യോഗിനി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? മാത്രമല്ല, നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് ഈ സ്ഥലം നിങ്ങൾ കണ്ടുപിടിച്ചത്? എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവരുടെ നേതാവായിട്ടുള്ള ഹനുമാൻ അവരുടെ ആ യോഗിനിയുടെ അടുത്ത് ചെന്നിട്ട് കൈ തൊഴുതു പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ. എന്നിട്ട് ആ രാമായണ കഥ ഇതുവരെ നടന്ന സംഭവങ്ങൾ ഹനുമാൻ സ്വാമി ഒന്ന് ചുരുക്കി പറഞ്ഞു. ഉത്തര കോസലത്തിൽ അയോധ്യ എന്നുള്ളൊരു ഉത്തമ രാജ്യമുണ്ടായിരുന്നു. അവിടെ രാജാവായിരുന്ന ദശരഥ രാജാവാണ്. 4 പുത്രന്മാരുണ്ടായി. അതിൽ നാരായണസ്വാമൻ ജ്യേഷ്ഠൻ അവരുകളിൽ ശ്രീരാമനാകുന്നതെന്നറിഞ്ഞാലും അതിൽ ശ്രീരാമനാണ്, അത് നാരായണ സമനാണ്, നാരായണൻ തന്നെയായിട്ടുള്ള ആ ശ്രീരാമനാണ് അതിൽ ജ്യേഷ്ഠൻ. അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റാനായിട്ട് വനവാസത്തിന് വന്നു. ഭ്രാതാവിനോടും ജനകാത്മജയായിട്ടുള്ള സീതയാം പത്നിയോടും വിപിനസ്ഥലെ ഈ കാട്ടിലെ സ്വന്തം അനുജനോടും അദ്ദേഹത്തിൻ്റെ ശ്രീരാമൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയോടും കൂടി കാട്ടിൽ വന്നു അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി. അങ്ങനെ കാലം ഒരു ദിവസം ദുഷ്ടനായിട്ടുള്ള ദശാസ്യൻ, ആ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടാൻ പത്നിയെ, ശ്രീരാമൻ്റെ ആ പത്നിയെയും കട്ടുകൊണ്ട് പോയി. ആ ദശാനനൻ രാമനും അതുപോലെ ലക്ഷ്മണനും അങ്ങനെ ഭാമിനിയെ തിരഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് അർക്കാത്മജനായിട്ടുള്ള സുഗ്രീവനെ കണ്ട് പരസ്പരം സഖ്യം ചെയ്തു. അതിൽ ഒന്ന് അഗ്രജനായിട്ടുള്ള ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യം നൽകിനാൽ ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതെല്ലായിടവും. അപ്പം അതിൻ്റെ പ്രത്യുപകാരമായിട്ട് സുഗ്രീവൻ ആ സീതാദേവിയെ കണ്ടുപിടിച്ച് നൽകാം, സീതാദേവിയുള്ള സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം എന്ന് പരസ്പരം സഖ്യം ചെയ്തു. അങ്ങനെ വന്ന വാനരന്മാരിൽ സീതാദേവിയെ അന്വേഷിച്ച് വന്നവരാണ് ഞങ്ങൾ. ദക്ഷിണ ദിക്കിലേക്കാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിന് ചുമതലയുണ്ടായിരുന്നത്. ലക്ഷം കപിവരന്മാരുണ്ട് ഞങ്ങൾക്ക് ദാഹം സഹിക്കവയ്യാതെ ജലം ഇവിടെ കാണും എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഈ ഗുഹയിലേക്ക് വന്നത്. അത് ദൈവവശാല് ഇവിടെ പോന്ന് വന്നിഹ, ദേവിയെ കാണായതും ഭാഗ്യമത്രയും. അത് ശരിക്കും ഒരു ദൈവത്തിൻ്റെ നിയോഗം പോലെയാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് എന്നാണ് ഹനുമാൻ ഇവിടെ പറയുന്നത്. അതൊരു ദൈവനിയോഗം പോലെ ഞങ്ങൾ ഇതിലെത്തിപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ദേവിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ശരി, ഞങ്ങളുടെ വൃത്താന്തം പറഞ്ഞുവല്ലോ, ഇനി ഭവതി പറയൂ, അവിടുന്ന് ആരാണ്? അവിടുന്ന് എന്താണ് ഇവിടെ ഇങ്ങനെ കഴിയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് ഹനുമാൻ. അപ്പോൾ ഹനുമാൻ സ്വാമിയോട് ചിരിച്ചുകൊണ്ട് ഈ യോഗിനി പറയുകയാണ്, നിങ്ങൾക്ക് വളരെ ക്ഷീണമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ പക്വഫലങ്ങളും മൂലജാലങ്ങളും ഒക്കെ ഭക്ഷിച്ച് അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനാൽ എന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവാൻ ഞാൻ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറി നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അമൃതപാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ക്ഷീണിതരാണ്, നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കൂ, പഴങ്ങളൊക്കെ ഇവിടെയുണ്ട്, മധുപാനം ചെയ്യാം. അങ്ങനെ ആ ദേവിയുടെ സമീപത്ത് ഇവരെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ വന്ന് ഇരുന്നു. ഞാൻ മരുതിയോട് പറയുകയാണ്, വിശ്വമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാമനോഹരി, വിശ്വകർമാവ്
എന്ന് പറഞ്ഞ ദേവശില്പിയുടെ പേരാണ് വിശ്വകർമാവ്. അസുരശില്പി മയനാണ്. അപ്പോൾ ആ വിശ്വകർമാവിന് ഒരു പുത്രി ഉണ്ടായിരുന്നു, ഹേമ എന്നായിരുന്നു ആ പുത്രിയുടെ പേര്. അപ്പോൾ ഒരു ദിവസം ആ ഹേമയുടെ നൃത്തം കണ്ട് വളരെ സന്തോഷം തോന്നിയ മഹാദേവൻ നൽകിയതാണ് ഈ ദിവ്യമായിട്ടുള്ള ഈ പുരം. മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് മഹാദേവന് സന്തോഷം, ഈ നൃത്തം കണ്ട് സന്തോഷം അധികരിച്ചപ്പോൾ മഹാദേവൻ അനുഗ്രഹിച്ച് നൽകിയതാണ് എന്ന് പറയുകയാണ് ഈ സ്ഥലം. ഞങ്ങൾ ഒരുമിച്ച് ധാരാളം സംവത്സരങ്ങൾ, 10,000-കണക്കിന് വർഷങ്ങൾ വളരെ ആഘോഷത്തോട് ഉത്സവത്തോടുകൂടി ഞങ്ങളിവിടെ പണ്ട് താമസിച്ചിട്ടുണ്ട്. അവളുടെ സഖിയാണ് ഞാൻ. എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. അപ്പോൾ പറയുകയാണ്, സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. അപ്പോൾ ഞാൻ മോക്ഷത്തിന് വേണ്ടി തപസ് ചെയ്യുകയായിരുന്നു ഇവിടെ. വിഷ്ണു തൽപര, എപ്പോഴും മഹാവിഷ്ണുവിൻ്റെ ചിന്തയുമായിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ബ്രഹ്മലോകം പ്രവേശിച്ചതു ഹേമയും. ആ വിശ്വകർമാവിൻ്റെ മകളായിട്ടുള്ള ഹേമ തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോയി. എന്നിട്ട് ആ ഹേമ എന്നോട് പറഞ്ഞു, നീ ഇവിടെ തപസ് ചെയ്തിരിക്കൂ, ഭഗവാനെ തപസ് ചെയ്യൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഇവിടെ മറ്റു ജന്തുക്കളൊന്നും നിന്നെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ വരികയില്ല. ത്രേതായുഗത്തിൽ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും. ആ വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ വന്ന് ജനിക്കും. ദശരഥൻ്റെ പുത്രനായിട്ട് ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. അങ്ങനെ ആ ഭൂമിപതിയായിട്ടുള്ള ആ ഭഗവാൻ സഞ്ചരിക്കുന്ന ആ കാലത്ത് ആ ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടുപോകും ക്രൂരനായിട്ടുള്ള ദശാനനൻ. അങ്ങനെ ആ ജാനകി ദേവിയെ അന്വേഷിച്ച് വാനരന്മാർ വരും ഇവിടെ. ഗുഹാമന്ദിരെ, നിൻ്റെ ഗുഹയിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹേമ. അപ്പോൾ നീ അവരെ നല്ലതായിട്ട് സൽക്കരിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം. അതിനുശേഷം ഭഗവാനെ പോയി കണ്ടു വണങ്ങി ഭഗവാൻ അനുഗ്രഹം നേടുക. ആ ഭഗവാൻ നാരായണൻ തന്നെയാണ് രഘൂത്തമൻ. ആ ഭഗവാനെ സ്തുതിച്ചാൽ പിന്നെ നിൻ്റെ മുക്തിക്ക് യോഗിഗമ്യം, യോഗികൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ആ ഒരു മുക്തി നിനക്കും ലഭിക്കും. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളെ കണ്ടു, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നിങ്ങളെ ഞാൻ വേണ്ട രീതിയിൽ സൽക്കരിച്ചു. അതുകൊണ്ട് ഞാനിനി ശ്രീരാമദേവനെ കാണുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കും ഉള്ള മാർഗം ഞാൻ ഇനി പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കാനും അങ്ങനെ പറഞ്ഞു. അങ്ങനെ കണ്ണടച്ചു. അപ്പോൾ കണ്ണ് തെളിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എന്താണ്, അവർ വഴിതെറ്റി ആ ഒരു ഗുഹയുടെ അകത്തേക്ക് കയറിയതാണെങ്കിലും തിരികെ അവർ കണ്ണ് തുറന്നപ്പോഴത്തേക്കും എവിടെ എത്തി? അവർ ആ ഗുഹയുടെ പുറത്ത് എത്തി. അങ്ങോട്ട് പോയപ്പോഴുള്ള ആ കൂരിട്ടും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായില്ല. ഈ ദേവി അവരെ ആ മായാജാലം കൊണ്ട് അവരെ പുറത്തെത്തിച്ചു, ആ സിദ്ധി കൊണ്ട് അവരെ പുറത്തെത്തിച്ചു. അപ്പോൾ അവർ പറയണം, വിചിത്രമെന്നോർത്തവർ പദ്ധതിയിലൂടെ നടന്നു തുടങ്ങിനാൽ അവർ പറയുന്നു, ഇതെന്തൊരു അത്ഭുതമാണ് എന്ന് ആ വാനന്മാർ പറഞ്ഞുകൊണ്ട് അവർ ആ പുതിയ വഴിയിലൂടെ അവർ നടക്കുകയാണ്. ഇനിയാണ് സ്വയംപ്രഭാ സ്തുതി. അപ്പോൾ അങ്ങനെ ആ യോഗിനി ഗുഹയിലെ വാസമൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. ലക്ഷ്മണസ്വാമിയും സുഗ്രീവനും അവിടെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രദക്ഷിണമൊക്കെ ചെയ്തു. അങ്ങനെ ഭഗവാനോട് പറയുകയാണ്, ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ
സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപതേ. ഭഗവാനെ, ഞാൻ അനേകായിരം മത്സരങ്ങളായിട്ട് അവിടുത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യുകയായിരുന്നു. ത്വദ്രൂപ ദർശനാർത്ഥം, അങ്ങയുടെ രൂപം ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടിയിട്ട്. എൻ്റെ തപസ് ഇപ്പോഴാണ് ഭഗവാനെ ഫലം കണ്ടത്. ഭഗവാന് ആദിയില്ലാത്തതാണ്, ഭഗവാന് ജനനമില്ലാത്തതാണ്. നമസ്യാമി, ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. വേദ്യനല്ല ആരാലുമേ ഭവാൻ നിർണയം. ഭഗവാനെ അറിയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? ഭഗവാന്റെ ഗുണഗണങ്ങൾ അറിയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമം ലക്ഷ്യം ആദ്യന്തഹീനം പരം. ഭഗവാൻ ആദിയും അന്തവുമില്ലാത്ത സദ്വസ്തുവാണ്. അവിടുന്ന് സർവഭൂതങ്ങളിലും വസിക്കുന്നതും അങ്ങ് തന്നെയാണ്. എന്നിട്ട് മായയാ യവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അപ്പോൾ അങ്ങ് എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് വസിക്കുകയാണ്. എന്നിട്ട് മായ കൊണ്ട് ഒരു യവനികാ ഛന്നമുണ്ടാക്കി. ഛന്നം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടത് എന്നാണത്. യവനികയിൽ അങ്ങ് മറഞ്ഞിരിക്കുന്നു. എന്നിട്ടോ വീണ്ടും പറയുകയാണ്, അജ്ഞാനികളെ കൊണ്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ? അങ്ങയുടെ മഹത്വം അറിയാൻ സാധിക്കുമോ? അങ്ങ് വിജ്ഞാനത്തിൻ്റെ മൂർത്തിയല്ലേ എന്ന് പറയുകയാണ്. ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായിട്ട് അങ്ങ് ലോകേശ്വരായിട്ടുള്ള ബ്രഹ്മാവ് ആദിയായിട്ടുള്ള ദേവന്മാരും പ്രാർത്ഥിച്ച് അപേക്ഷിച്ചത് കൊണ്ട് അങ്ങ് ഭൂമിയിൽ വന്ന് അവതരിച്ചതാണ്. എന്നിട്ട് വീണ്ടും സ്തുതിക്കുകയാണ്, നാഥനെ താമസിയാതെ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ. ഭഗവാനെ, ഈ ജഗത്തിൻ്റെ പതിയായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഭഗവാനെ അങ്ങ് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തിളങ്ങി ഇങ്ങനെ നിൽക്കണം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം. ഭഗവാനെ, അവിടുത്തെ ആ ശ്രീപാദങ്ങളുടെ ദർശനം ഭഗവാനെ മോക്ഷദർശനമാണ്. കേവലം ജന്മമരണഭീതനാമർദ്ദനം അദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ. ഭഗവാനെ, പുത്രനിലും ഭാര്യയിലും മിത്രങ്ങളിലും വിഭൂതിയിലും ഒക്കെ ദർപ്പിതരായിട്ടുള്ള മനുഷ്യർ അവർ രാമ എന്ന് ജപിക്കുകയില്ല എന്ന് പറയുകയാണ്. വേദാത്മകം ഭഗവാനെ, വേദങ്ങൾ കൊണ്ട് അറിയപ്പെടേണ്ടതാണ് ഭഗവാൻ. കാമരൂപിണം ഈശാനം, കാമരൂപിണം ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ കഴിവുള്ള ഭഗവാനെ. ഈശാനനായിട്ടുള്ള ആദിമത്യാന്ത വിവർജിതം സർവത്ര, ആദിയും മധ്യവും ഇല്ലാത്തിട്ടുള്ള ആ ഭഗവാനെ. വന്യം സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാം. ഭഗവാനെ, അവിടത്തേക്കല്ലാതെ മറ്റാർക്കാണ് ഭഗവാനെ ഭഗവാന്റെ ആ ഗുണഗണങ്ങൾ അറിയാവുന്നത്? ഭഗവാനിപ്പോൾ ഈ ഭൂമിയിൽ വളരെ വിചിത്രമുള്ളൊരു വേഷത്തോട് കൂടിയിട്ട് ജനിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളെപ്പോലുള്ള ഭക്തന്മാർക്ക് നിത്യവും തൊൽക്കഥാപീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നതു ചിലർ. ഭഗവാൻ ഇവിടെ മനുഷ്യനായിട്ട് വന്ന് ആ രൂപമെടുത്ത് ഇവിടെ ജനിച്ചിരിക്കുന്നത് അവിടുത്തെ കഥകൾ ഭക്തന്മാർക്ക് പീയൂഷമായിട്ട് അമൃതമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നുടെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു. മറ്റു ചിലർ പറയുന്നു കൗസല്യാദേവിയുടെ പ്രാർത്ഥന കൊണ്ടിട്ടാണ് ഭഗവാൻ ഭൂമിയിൽ വന്ന് ജനിച്ചതെന്ന്. അപ്പോൾ മറ്റു ചിലർ പറയുകയാണ് മൈഥിലിയുടെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ്
ഭൂമിയിൽ വന്ന് ജനിച്ചതെന്ന്. ചിലർ പറയുന്നു ബ്രഹ്മാവ് ഭഗവാനോട് അപേക്ഷിച്ചതുകൊണ്ടാണ് ഭഗവാൻ ഭൂമിയിൽ മർത്യനായിട്ട് വന്ന് പിറന്നതെന്ന്. അതുപോലെ തന്നെ ചില രാജാക്കന്മാരും പറയുന്നു അങ്ങ് ഭൂഭാരനാശനത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഈ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതെയാക്കി ദുഷ്ടന്മാരെ നശിപ്പിച്ചുകൊണ്ട് ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ അങ്ങ് ആ സൂര്യവംശത്തിൽ പിറന്നത്. ദേവശത്രുക്കളെ നിഗ്രഹിച്ച് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. പറയാണ് യാതൊരുത്തൻ ആണോ അങ്ങയുടെ കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം അവൻ ഭവാർണവത്തെ കടന്നിടുവോൻ. അവൻ ഈ സംസാര സാഗരത്തെ കടക്കും തീർച്ചയാണ്. അവന് നിന്റെ പാദാംബുജങ്ങൾ കാണാൻ സാധിക്കും. ത്വന്മഹാമായ ഗുണബദ്ധനാകിയാൽ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്നത് എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതഹം. ഭഗവാനെ സ്തുതിക്കുകയാണ്. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം. ആ ശ്യാമളമായിട്ടുള്ള കോമളമായിട്ടുള്ള ആ ബാണവും അസ്ത്രവുമൊക്കെ ആ ചാപവുമൊക്കെ ധരിച്ചിട്ടുള്ള ഭഗവാന്റെ ദിവ്യകോമളമായിട്ടുള്ള ആ രൂപം, അതും സഹോദര സേവിതം രാഘവം. സുഗ്രീവ മുഖ്യ കപികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. അങ്ങനെ ആ സ്വയംപ്രഭയുടെ സ്തുതി, അതിനുശേഷം സ്വയംപ്രഭയ്ക്ക് മുക്തി ഭഗവാൻ കൊടുക്കുകയാണ്. അങ്ങനെ ചൊല്ലിയിട്ട് ആ സ്വയംപ്രഭാദേവി ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ പ്രസന്നനായിട്ട് ആ യോഗിനിയോട് പറയുകയാണ്, സന്തുഷ്ടനായി, അങ്ങയുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. അപ്പോൾ യോഗിനി പറയുകയാണ്, ഇന്ന് വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിലും സ്വൽപാദഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. എന്താണ് നിനക്ക് വരം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, എൻ്റെ ഒരാഗ്രഹമേ ഉള്ളൂ ഭഗവാനെ, എവിടെയൊക്കെ ഞാൻ ജീവിച്ചാലും എവിടെയൊക്കെ ഞാൻ ഭഗവാനെ അങ്ങയോടുള്ള ഭക്തിക്ക് എന്നിൽ ഒരു ഇളക്കവും ഉണ്ടാകാതിരിക്കണം. അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഭഗവാനെ. ഇനി അങ്ങയുടെ ഭക്തയാകാനുള്ള ഭാഗ്യം, അതിനുള്ള യോഗ്യത എനിക്കില്ലെങ്കിൽ ത്വൽപാദഭക്തഭൃത്യേഷു സംഘം പുനരു, പൂവിനെപ്പോഴും ഉണ്ടാകുകയും വേണം ഭഗവാനെ. അവിടുത്തെ ഭക്തയാകാനുള്ള യോഗ്യത എനിക്കില്ലെങ്കിൽ അവിടുത്തെ ആ ഭക്തൻ്റെ ഭൃത്യ ആകാനുള്ള ഒരു ഭാഗ്യമെങ്കിലും ഭഗവാനെ അങ്ങെനിക്ക് നൽകണം എന്ന് പറയുകയാണ്. മാത്രമല്ല, പ്രാകൃതന്മാരാ ജനങ്ങൾ സംഗമം ഏകത സംഭവിച്ചിടായിക മാനസേ, പ്രാകൃതന്മാരായിട്ടുള്ള മനുഷ്യരിലേക്ക് എൻ്റെ മനസ്സ് ഒരിക്കലും പോകരുത് ഭഗവാനെ. എനിക്കെന്നും ആ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനായിട്ട് സാധിക്കണേ ഭഗവാനെ. രാമപാദേ രമിക്കണമെൻ മാനസം, ആ രാമപാദത്തിൽ എൻ്റെ മനസ്സെപ്പോഴും രമിക്കണം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ബാണാസനധരം ചാരുമകുടകടകടിസൂത്രഹാരമകരമണിമയ കുണ്ടലനൂപുര ഹേമാങ്കദാതി വിഭൂഷണശോഭിതരൂപം വസിക്കമേ മാനസേ. സ്വയംപ്രഭാദേവി സ്തുതിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു മരവുരി ധരിച്ച രാമനെയല്ല, ചാരുമകുട കടകടിസൂത്രം ഒക്കെ ആ ഒരു അരഞ്ഞാണവും ആ മാലകളും ഒക്കെ ധരിച്ച മകരമത്സ്യത്തിൻ്റെ പോലെയുള്ള മണിമയ കുണ്ഡലങ്ങളൊക്കെ ധരിച്ച ആ രാമൻ്റെ വളരെ മോഹനമായിട്ടുള്ള ആ ഒരു രൂപത്തിനെയാണ് ഇവിടെ സ്വയംപ്രഭ
അവൾ സ്തുതിക്കുന്നത്. ഇത് പറയുകയാണ്, പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ഭഗവാനെ, എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു ദുസ്സംഗം, ഒരു ചീത്തയായിട്ടുള്ളൊരു സംഘം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ ഭഗവാനെ. എനിക്ക് എപ്പോഴും ഭക്തന്മാരുമായിട്ട് മാത്രമേ എനിക്കൊരു സംഘം വരാമുള്ളേ ഭഗവാനെ. അത് മാത്രമേ ഉള്ളൂ ഭഗവാനെ. എനിക്കൊരു അപേക്ഷ ഭഗവാനോടുള്ളത്, ഒരാഗ്രഹം പറയാനുള്ളൂ. എനിക്ക് മറ്റൊരു വരവും എനിക്ക് ആവശ്യമില്ല ഭഗവാനെ. അതുകൊണ്ട് ദുസ്സംഗം എന്നിൽ ഒരിക്കലും ഉണ്ടാവരുതേ ഭഗവാനെ. അങ്ങനെ ആ ഭഗവാൻ അവളോട് മന്ദസ്മിതം പൂണ്ട് അരുളി ചെയ്യുകയാണ്, ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവീ. ശരി, തഥാസ്തു, ഇങ്ങനെ തന്നെ ഭവിക്കട്ടെ. ദേവി, നീ പോകപദർശ്യ ആശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേപരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനനമരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുത ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചതവ്യം. അപ്പോൾ ഭഗവാൻ പറയാണ്, ദേവി അങ്ങ് ബദര്യാശ്രമത്തിലേക്ക് പോയിക്കോളൂ. അവിടെ എപ്പോഴും എന്നെ ധ്യാനിച്ച് തപസ് ചെയ്തുകൊള്ളൂ എപ്പോഴും. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് മുക്തയായിക്കഴിഞ്ഞാൽ, ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തിൽ നിന്ന് മുക്തയായിക്കഴിഞ്ഞാൽ ദേവി അവിടുന്ന് പരമാത്മനി, ആ പരമാത്മാവിൽ തന്നെ അങ്ങ് ചേരും. പിന്നെ അവിടുത്തെ ആ ജനന മരണ ദുഃഖങ്ങളൊന്നും ദേവിയെ ബാധിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ വാക്യങ്ങൾ കേട്ട് വളരെ സന്തോഷത്തോടു കൂടി ശ്രീരാമദേവനെ ധ്യാനിച്ച് അവിടെ പോയി ബദരി ആശ്രമത്തിൽ പോയി തപസ് ചെയ്തു. അങ്ങനെ അവസാനം ആ മുക്തിപദത്തിലേക്ക് ആ സ്വയംപ്രഭാദേവി എത്തിച്ചേരുകയും ചെയ്തു. അടുത്തത് കഥാഭാഗം വരുന്നത് അംഗദാദികളുടെ ഒരു സംശയമാണ്. മർക്കടസഞ്ചയം, അതായത് ആ വാനരന്മാർ ഒരുമിച്ച് ദേവിയെ ആരാഞ്ഞ് ദേവിയെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ ഇരിക്കുന്ന സമയത്ത് അവർ പരസ്പരം പറയുകയാണ്, എത്ര ദിവസം കഴിഞ്ഞു ആ ദേവിയെ, ഭൂമിപുത്രിയായിട്ടുള്ള സീതാദേവിയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. എന്നിട്ട് ആ അംഗദൻ, താരാസുതനായിട്ടുള്ള അംഗദൻ പറയുകയാണ്, പാതാളം ഉഴന്നു നടന്നു നാം ഏതു പറഞ്ഞില്ല വാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതേ കണ്ടറിഞ്ഞതില്ല മാം. ഇവര് ആ പാതാളം ഉൾപ്പുക്കെന്ന് പറഞ്ഞാൽ ആ ഗുഹയിൽ കുറച്ച് കാലം അവരവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ താമസിച്ചു. പക്ഷെ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ആ സത്സംഗം അവർക്കവിടെ ഉണ്ടായി അല്ലേ. അപ്പോൾ ആ സമയത്ത് അവർ പറയുകയാണ്, സമയം പോയത് അറിഞ്ഞില്ല, ദേവിയെ കണ്ടുപിടിക്കാനും സാധിച്ചില്ല. ഇനി ആ രാജാവിൻ്റെ നിയോഗം, ആ കൽപ്പന അനുസരിക്കാതെ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്, രാജധാനിക്കൽ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ നിഗ്രഹിച്ചിടുവതിനില്ല സംശയം, സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാം. സുഗ്രീവൻ നമ്മളെ എല്ലാവരെയും വധിക്കുന്നതാണ്. സുഗ്രീവൻ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല. അങ്ങനെ സുഗ്രീവൻ വധിക്കുമെന്ന് പറഞ്ഞാൽ വധിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നത്. എന്നിലവനൊരു സമ്മതമെന്നുള്ളതെന്നെ രക്ഷിച്ചതും രാമൻ തിരുവടി. അത് പറയാണ്, നിഗ്രഹിച്ചിടും അതിനുള്ള സംശയം. ആര്? രാജനിയോഗം അനുഷ്ഠിക്കാതെ വൃഥ. നമ്മൾ രാജനിയോഗം അനുഷ്ഠിക്കാതെ വെറുതെ കൈയും വീശി നമ്മളിപ്പം ആ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ സുഗ്രീവൻ നമ്മളെ എല്ലാവരെയും വധിക്കും. കാരണം സുഗ്രീവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വാസരത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും തിരികെ വരണമെന്ന്. പിന്നെ വിശേഷിച്ച് ശത്രുതനയനായിട്ടുള്ള, ഇനിയിപ്പോൾ നിങ്ങളെ ആരെയും വധിച്ചില്ലെങ്കിലും ശരി, ശത്രുവിൻ്റെ പുത്രനായിട്ടുള്ള എന്നെ ഉറപ്പായിട്ടും ആ സുഗ്രീവനെ വധിക്കും എന്നൊക്കെ അംഗദൻ പറയുകയാണ്. എന്നിലവനൊരു സമ്മതം എന്നുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ എന്നിൽ അവന് ഒരു താല്പര്യവുമില്ല, എന്നെ ഒരു താല്പര്യവുമില്ല. സുഗ്രീവന് എന്നെ രക്ഷിച്ചത് ശ്രീരാമ ഭഗവാനാണ് എന്ന് പറയുകയാണ്.
രാമൻ്റെ കാര്യത്തെ സാധിക്കാതെ ചെല്ലുകയാണെങ്കിൽ മാമകജീവനും രക്ഷിക്കയില്ലവൻ, അവനൊരിക്കലും എൻ്റെ ജീവനെ രക്ഷിക്കയില്ല. മാതാവിനോട് സമയാകും നിജ ഭ്രാതാവ് തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ, പാപി ദുരാത്മാവിനെന്തരുതാത്തതും. ആ മാതാവിന് തുല്യമായിട്ടുള്ള സമാനമായിട്ടുള്ള ആ തൻ്റെ സ്വന്തം ഭ്രാതാവിൻ്റെ ഭാര്യയെ ഒരു ലജ്ജയുമില്ലാതെ പ്രാപിച്ച് വാഴുന്ന ഈ വാനര പുങ്കവൻ പാപിയാണ്, ദുരാത്മാവനാണ്, അവനെന്താണ് അരുതാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല വാനരന്മാരെ, ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കാൻ പോകുന്നതേ ഉള്ളൂ, ഞാൻ മരിക്കുന്നതേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. നിങ്ങളെങ്ങനെയെങ്കിലും ഇവിടുന്ന് പൊയ്ക്കൊള്ളൂ എന്ന് പറയുകയാണ്. ഞാൻ തിരികെ വരുന്നില്ല എന്ന് പറയുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ വധിക്കുകയല്ലായിരിക്കും, പക്ഷേ എന്നോട് ചിലപ്പോൾ സുഗ്രീവൻ അങ്ങനെ ആയിരിക്കുകയില്ല എന്ന് ഇവിടെ അംഗദൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അംഗദൻ പറഞ്ഞപ്പോൾ തുല്യ ദുഃഖത്തിൽ ബാക്കി വാനരന്മാരും അവർക്കും കണ്ണുനീര് അവർ തുടച്ചുകൊണ്ട് പറയുകയാണ്. അവർ മിത്രഭാവത്തോടു കൂടി പറയുകയാണ്, ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങളറിയുക. നീ അംഗദ, നീ ഇങ്ങനെ വിഷമിക്കാതെ, നിന്നെ രക്ഷിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്, നീ വിഷമിക്കാതെ. എന്നിട്ട് പറയുകയാണ്, ഇന്നു നാം പോന്ന ഗുഹയിലകം ബുക്ക് നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ച് കിഷ്കിന്ധയിലേക്ക് പോകണ്ട, നമുക്ക് ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ വസിച്ച ആ ഗുഹയില്ലേ, അവിടെ നമുക്ക് പോയി താമസിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം ആരാലും ഇല്ലൊരു നാളും ഭയം സഖേ. അത് ആ ഒരു ദേവലോകം പോലെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളെ ദിവ്യപുരമാണത്, സർവ സൗഭാഗ്യങ്ങളുടെയും കലവറയാണ് അവിടെ ആ ഗുഹ. അതുകൊണ്ട് അംഗദ, നമുക്ക് തിരികെ നമ്മളിപ്പോൾ വന്ന ആ ഗുഹയിലേക്ക് തന്നെ തിരികെ പോകാം. അവിടെ ആകുമ്പോൾ അവിടെ ദേവസഭയ്ക്ക് ഒപ്പം, ദേവലോകത്തിനോടൊപ്പം സുഖങ്ങൾ ഉള്ള ഒരു ഗുഹയാണ്. അവിടെ ആരും നമ്മളെ അന്വേഷിച്ച് വരികയില്ല. സർവ്വസൗഭാഗ്യ സമന്വിതമാണത്, ദിവ്യമായിട്ടുള്ളൊരു പുരമാണ്. അതുകൊണ്ട് താമസിക്കണ്ട, നമുക്ക് തിരികെ അങ്ങോട്ട് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇംഗിതജ്ഞൻ നയഗോപിതൻ വാദാത്മജൻ അംഗദനെ തഴുകിപ്പറഞ്ഞിടാൻ. അപ്പോൾ അംഗദനോട് വളരെ ഇഷ്ടമുള്ള, അവരുടെ ആഗ്രഹങ്ങളെല്ലാം അറിയാവുന്ന നയഗോപിതനായിട്ടുള്ള ആ വാദാത്മജൻ ഹനുമാൻ സ്വാമി അവൻ്റെ പുറത്തിങ്ങനെ തഴുകിക്കൊണ്ട് പറയുകയാണ്, എന്ത് ദുർവിചാരം അംഗദ, നിനക്ക് യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായവിനാരുമേ. നിനക്കൊരിക്കലും യോഗ്യമല്ല അംഗദ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. മറ്റു വാനരന്മാരെ പോലെയാണോ നീ? ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. അംഗദ, നീ വിചാരിക്കുന്നത് പോലെയല്ല. ശ്രീരാമസ്വാമിക്ക് ആ ഭഗവാന് അംഗദ, നീ എന്ന് പറഞ്ഞാൽ വളരെ വാത്സല്യത്തോടു കൂടിയാണ് നിൻ്റെ കാര്യം എപ്പോഴും ഭഗവാൻ എന്നോട് പറയാറുള്ളത്. നിന്നോട് ആ ഭഗവാൻ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അത് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയുകയാണ്. മാത്രമല്ല, ആ ലക്ഷ്മണനേക്കാളും പ്രിയമാണ് ഭഗവാന് നിന്നോടുള്ളത്. മാത്രമല്ല, നിൻ്റെ കഴിവുകൾ, നീ എത്ര കഴിവുണ്ട് ഉള്ള ആളാണെന്നും നിൻ്റെ വീര്യവും ശൗര്യവും എല്ലാം ആ ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാന് നിന്നോടുള്ള ആ ഒരു സ്നേഹത്തിന് കുറവൊന്നും വരികയില്ല. ഹേമത്തിനുണ്ടോ നിറക്കേട് അകപ്പെടൂ. സ്വർണത്തിന് വല്ല മങ്ങലും ഉണ്ടാകുമോ? നിറത്തിന് വല്ല വ്യത്യാസം ഉണ്ടാകുമോ സ്വർണത്തിന്? ഇല്ലല്ലോ. അതുകൊണ്ട് നീ പേടിയൊന്നും വിചാരിക്കേണ്ട. രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ,
നിനക്ക് യാതൊരുവിധ ആപത്തും ആ ഭഗവാനിൽ നിന്നും ഉണ്ടാവുകയില്ല. നീ വിചാരിക്കുന്നത് പോലെ സുഗ്രീവൻ അത്ര മോശമായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഭഗവാന്റെ ദർശനം കിട്ടിയ വ്യക്തിയാണ് സുഗ്രീവൻ. ഭഗവാൻ ഉപദേശം കിട്ടിയ വ്യക്തിയാണ്. ഭാഗവതോത്തമനാണ്. ആ ഭാഗവതോത്തമന്മാർക്ക് വൈരമില്ല ആരിലും, ആരോടും ശത്രുത ഉണ്ടാകില്ല അവർക്ക്. അതുകൊണ്ട് വ്യാകുലം ഉള്ളിൽ ഉണ്ടാകരുത്. ഏതുമേ നിന്റെ ഉള്ളിൽ ഇതുപോലുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവരുത്. ഇന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള അംഗദ, ഞാൻ നിന്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ അജ്ഞാനികളായിട്ടുള്ള വാനരന്മാർ പറയുന്നതൊന്നും കേട്ട് നിന്റെ ഭ്രമമൊക്കെ നീ മാറ്റിവെക്കൂ എന്ന് പറയണം. നീ ഹാനി വരായുവാൻ, അതായത് നിനക്ക് ആപത്തൊന്നും വരാതിരിക്കാനായിട്ട് നീ ഗുഹയിൽ ചെന്ന് വസിക്കാം എന്നൊക്കെ ഈ വാനരന്മാർ പറഞ്ഞല്ലോ നിൻ്റെ അടുക്കെ. അപ്പോൾ നീ അത് കേൾക്കുകയും ചെയ്തല്ലോ. ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ അംഗദ. രാഘവാസ്ത്രത്തിൻ അഭേദ്യമായൊന്നുമേ ലോകത്രയത്തെങ്കലില്ല എന്നറിക നീ. ഈ രാഘവാസ്ത്രത്തിന് അഭേദ്യമായിട്ടുള്ളത് ഈ 3 ലോകത്തിലും എന്തെങ്കിലും ഉണ്ടോ? നിനക്കറിയുമോ? അങ്ങനെ അല്പമതികൾ പറഞ്ഞ് ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. അപ്പോൾ നീ ചിലപ്പോൾ ഈ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത് ഒരുപക്ഷെ സുഗ്രീവന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ രാമന് കൃത്യമായിട്ടറിയാം നീ എവിടെയുണ്ടെന്ന്. ആ രാമൻ്റെ അസ്ത്രം ഇതിനെ തടുക്കാനായിട്ട് ഈ 3 ലോകത്തിലും ഉള്ള ഒരാൾക്കും സാധ്യമല്ല. അപ്പം അങ്ങനെയുള്ള ആ രാമനെ നിനക്ക് എങ്ങനെ രാമനെ ഒളിച്ച് ഇവിടെ താമസിക്കാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. രാമൻ നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന്, നിന്നോട് എത്ര വാത്സല്യമുണ്ടെന്ന്, രാമന് നിന്നോട് എത്ര വാത്സല്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ലക്ഷ്മണനേക്കാളും പ്രിയനാണ് നീ. അതുകൊണ്ട് നീ അജ്ഞാനികളായിട്ടുള്ള ഈ വാനരന്മാർ പറയുന്നതൊന്നും നീ കേൾക്കണ്ട എന്ന് പറയുകയാണ്. അത് വീണ്ടും പറയുകയാണ്, ആപത്തു വന്നെടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. നമ്മുടെ ജീവിതത്തിൽ ഒരു ആപത്ത് വരുന്ന സമയത്ത് സജ്ജനങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പോൾ പക്ഷെ ആ സമയത്ത് നമുക്ക് ആരെക്കൊണ്ട് ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ആയിരിക്കും. ഹനുമാൻ സ്വാമി പറയുകയാണ്, ഈ ആപത്ത് വരുന്ന സമയത്ത് ദുർജനങ്ങളുടെ ഭാഷണമായിരിക്കും അമൃതവാക്യമായിട്ട് തോന്നുന്നത്. സജ്ജനങ്ങൾ ആ സമയത്ത് എന്ത് പറഞ്ഞാലും വിചാരിക്കും ഇവരെനിക്ക് ആപത്ത് വരാൻ വേണ്ടി പറയുന്നതാണെന്നായിരിക്കും സജ്ജനങ്ങളുടെ വാക്ക് കേൾക്കുന്നവർ വിശ്വസിക്കുന്നത് ആ സമയത്ത്, ആപത്ത് വരുന്ന സമയത്ത്. ഇനി ഞാൻ നിന്നോട് ഒരു കാര്യം കൂടി പറയാം. ഞാനിത് മറ്റു വാനരന്മാരോട് ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്നോട് പറയാം. അത്യന്തം രഹസ്യം, അത്യന്തം ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം മുൻപോട് ചൊല്ലുവാൻ കേൾക്ക നീ. ഞാൻ നിന്നോട് വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യം നിന്നെ അറിയിക്കാം. അത് വളരെ രഹസ്യമാണ്, നീ അതറിയൂ എന്ന് പറയാണ്. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതയായിട്ടുള്ള ഭണീശ്വരൻ ശേഷൻ ജഗത്സ്വരൂപൻ ഭൂമി മാനുഷവേഷമായി വന്ന് പിറന്നത് അയോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയെ രക്ഷ വരുത്തുവാൻ പണ്ട് വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ. ശ്രീരാമൻ നീ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു മനുഷ്യനല്ല അംഗദ. ഭഗവാൻ നാരായണനാണ്, പരമാത്മാവാണ്, ആദിനാരായണനാണ്. ഭഗവാനാണ് ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും എല്ലാം ഈ ഭഗവാൻ തന്നെയാണ്, ഈ രാമൻ തന്നെയാണ്, നാരായണനാണ്. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ, അതായത് ആ മായാ ഭഗവതി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടുള്ള സകല ജഗത്തിനെയും മോഹിപ്പിക്കുന്ന മോഹനകാരിണിയായിട്ടുള്ള സീതയാകുന്നത് ആ മഹാലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മണനും ജഗദാധാരഭൂതനായിട്ടുള്ള ഭണീശ്വരൻ, ഈ ജഗത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് ഈ ഭണീശ്വരനാണ്, ഈ
അനന്തനായിട്ടുള്ള ആ ശേഷനായിട്ടുള്ള ശേഷനാഗമായിട്ടുള്ള ആ അനന്തനാണ് ഈ ലക്ഷ്മണനായിട്ട് നമ്മുടെ കൂടെയുള്ളത്. ഈ ജഗത്സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഇവിടെ വന്ന് മനുഷ്യനായി പിറന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയുമോ? ഈ രാക്ഷസഗണങ്ങളെ മുഴുവൻ ഒടുക്കി ഈ ജഗത്രയത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അംഗദ. പണ്ട് പ്രാർത്ഥിതനാകിയാൽ പാർത്ഥിവപുത്രനായി, പണ്ട് വിരിഞ്ചനാൽ, അതായത് ആ വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടതുകൊണ്ട് ആ ക്ഷത്രിയൻ്റെ പുത്രനായിട്ട് സൂര്യവംശത്തിൽ അദ്ദേഹം ജനിച്ചു. ആ ശ്രീകണ്ഠസേവൻ, ആ മഹാദേവനാൽ പോലും സേവിതനായിട്ടുള്ള ആ ജനാർദ്ദനൻ, ആ മാധവൻ, വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. ഭഗവാൻ വൈകുണ്ഠത്തിലാണ് വസിക്കുന്നത് അല്ലേ? മുകുന്ദനാണ്, മുക്തി കൊടുക്കുന്നവനാണ് മുകുന്ദൻ. ദയാപരൻ മത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭഗവാന് ഇവിടെ ഇപ്പോൾ വന്ന് അവതരിച്ചിരിക്കുന്നത് ഭൃത്യന്മാരായിട്ടുള്ള നമുക്ക് പരിചരിക്കാനുള്ളൊരു അവസരമാണ്. ഇത് വൈകുണ്ഠത്തിലൊന്നും നമുക്ക് ഈ അവസരം കിട്ടുകയില്ല. അപ്പോൾ ഈ ഭൂമിയിൽ വന്ന് ഭഗവാൻ ജനിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അങ്ങനെ ആ ഭഗവാനെ നിയോഗം കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ദേവാംശ സംഭവന്മാരാണ്. ഭഗവാന്റെ നിയോഗം കൊണ്ടാണ് നമ്മളിപ്പോൾ വാനരവേഷത്തോടു കൂടി ഈ പൃഥ്വിയിൽ വന്ന് പിറന്നിരിക്കുന്നതും. പണ്ട് നാം ഏറ്റവും തപസ്സു ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ. വൈകേണ്ടത് ഏതുമില്ലെന്നറിഞ്ഞിടു നീ. അപ്പോൾ ആ പൃഥ്വിയിൽ ഭഗവാൻ വന്ന് പിറന്നതും അത് നമുക്ക് അദ്ദേഹത്തിനെ സേവിക്കാനുള്ള അവസരം കിട്ടിയതും പണ്ട് നാം ചെയ്ത തപസ് കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാനെ കണ്ട് വണങ്ങി അങ്ങനെ ആ ഭഗവാൻ നമ്മൾ പ്രസാദിക്കും. അങ്ങനെ ഭഗവാന്റെ പാർഷദന്മാരുടെ ആ ഒരു പദം ഭഗവാൻ നമുക്ക് തരും എന്ന് പറയുകയാണ്. അംഗദനോട് ഈ വണ്ണം പവനാത്മജന്മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചവൻ വിന്ധ്യാചലം പൊക്കൂ. അങ്ങനെ അംഗദനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അംഗദനെ കാര്യമായിട്ട് ഉപദേശിച്ചു. അങ്ങനെ അംഗദന് സത്യം എല്ലാം ബോധ്യപ്പെട്ടു. അങ്ങനെ വീണ്ടും അവർ നടക്കുകയാണ്. വർത്തനാരിപുത്രാത്മജാതികളേക്കെയും ത്രസ്തരായ അത്യാകുലം പൂണ്ടിരുന്നീണ ചിന്തിച്ചു മന്ത്രിച്ചത് അന്യോന്യം എന്തിനിച്ചൈവതു സന്തതം ഓർക്കനാം ഗുരമ്പൊക്കെ പരിഭ്രമിച്ചത്രയും വിഖുരന്മാരായി കഴിഞ്ഞതു മാസവും. അങ്ങനെയാണ് അവിടെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വാരിധി, ഒരു സാഗരം കണ്ടത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. തണ്ടാരിൽ മാതിനെ കണ്ടില്ല നാം കഴിഞ്ഞതു ഗക്കുരമ്പുക്ക് പരിഭ്രമിച്ചത്രയും. നമ്മൾ ആ ഗുഹയിൽ കുറച്ച് സമയം പോയി, അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. കഴിഞ്ഞതു മാസവും ആ സീതാദേവിയെ കൊണ്ടുവരാനുള്ള ആ ഒരു സമയമൊക്കെ അതിക്രമിച്ചു. അത് ദേവിയോട്ട് കണ്ടതുമില്ല, ദശകണ്ഠനെയും കണ്ടില്ല. സുഗ്രീവനാണെങ്കിൽ എന്താ പറയുക, അത് ശത്രുക്കളെ പോലെ നമ്മളത് കൊണ്ടുവന്നില്ലെങ്കിൽ സുഗ്രീവൻ നമ്മളെ ശിക്ഷിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, തിരികെ പോകാതെ ഇവിടെ തന്നെ ഉപവാസം അനുഷ്ഠിച്ച് മൃത്യുവിനെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ആ കപിവരന്മാർ ഒരുമിച്ച് ദർഭവിരിച്ച് എല്ലാവരും ഒരുമിച്ച് കിടന്നു എന്നവരെയാണ് നമ്മളിന്ന് പറയുന്നത്. അടുത്ത ദിവസം സമ്പാദ്യവാക്യം നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചോദ്യം ഇതാണ്: വാനരന്മാർ ആ ഒരു ദേവ ലോകത്തിന് തുല്യമായിട്ടുള്ള ആ ഒരു ഗുഹയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ യോഗിനി ഉണ്ടായിരുന്നു. ആ യോഗിനിയുടെ കൂട്ടുകാരിയല്ല, അത് എന്താ പറയുക, വിശ്വകർമാവിൻ്റെ മകളായിട്ടുള്ള ഒരു സ്ത്രീയുടെ തോഴിയായിരുന്നു ഈ സ്വയംപ്രഭാദേവി. അപ്പോൾ വിശ്വകർമാവിൻ്റെ പുത്രിയായിട്ടുള്ള ആ ദേവിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നമ്മളിപ്പോൾ പറഞ്ഞ അതിൽ ആ പേരൊക്കെ ഉണ്ട്.
അപ്പോൾ അതെല്ലാവരും ആ പേര് കണ്ടുപിടിച്ച് നമ്മുടെ ആ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഭഗവാന്റെ തിരുനാമങ്ങൾ എഴുതിയിടുക. എക്കാലവും നമ്മുടെ നാമമായിട്ട് തങ്കലിപികളാൽ അതവിടെ ഉണ്ടാവും. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമചന്ദ്ര പാദാരവിന്ദാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ.